സംസ്ഥാനത്തെ പെൻഷൻ വിതരണത്തിൽ തിരിച്ചടി. കടമെടുപ്പിൽ 6,880 കോടി രൂപ കേന്ദ്രം ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പും സാമ്പത്തിക വർഷാവസാനവും കണക്കിലെടുത്ത് വൻ പണച്ചെലവിന് ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിന് ഇടിത്തികയായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. നിയമസഭാ തിരഞ്ഞെടുപ്പും സാമ്പത്തിക വർഷാവസാനവും കണക്കിലെടുത്ത് വൻ പണച്ചെലവിന് ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിന് ഇടിത്തിയായി മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി കുറച്ചിരിക്കുകയാണ്. ഇനിയുള്ള 3 മാസത്തേക്ക് കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന 12,516 കോടി രൂപയിൽ നിന്നും 6,880 കോടി രൂപ ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കത്ത്. ബജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ അധിക വായ്പയെടുത്തു എന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇക്കാലയളവിൽ ഇനി കടമെടുക്കാൻ കഴിയുക 5,944 കോടി മാത്രമാണ്. ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകൾക്കടക്കം ബില്ലുകൾ പാസാക്കി നൽകാൻ മാത്രം 20,000 കോടി വേണം. ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടത് 15,000 കോടിയിലേറെ. 2,000 രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനും നൽകണം. നികുതി അടക്കമുള്ള വരുമാനങ്ങൾ കൊണ്ട് ഇതിന് കഴിയില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്ന സ്ഥാപനങ്ങൾ വായ്പകൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിനാൽ 3,300 കോടി രൂപ നേരത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു. ആകെ ഗ്യാരണ്ടി നിൽക്കുന്ന തുകയുടെ 0.5% വീതം 5 വർഷം കൊണ്ട് 2.5% കരുതൽ ഫണ്ടിൽ നിക്ഷേപിക്കാമെന്നും കേരളം സമ്മതിച്ചതോടെ തടഞ്ഞുവെച്ച ഈ 3,300 കോടി അനുവദിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ 2.5% തുകയും ഒറ്റയടിക്ക് ഫണ്ടിലേക്ക് മാറ്റണമെന്ന പുതിയ നിർദ്ദേശം എത്തിയതോടെ അക്കാര്യത്തിലും സർക്കാരിന്റെ പ്രതീക്ഷ അറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.